അമ്മേ നമുക്ക് ഈ ചോറ് കിട്ടുന്ന ഉപകാരമല്ലേ? ഭയങ്കര ഉപകാരം മോനെ. അയ്യോ നിർത്തണം എന്നൊക്കെ ആരോഗ്യമന്ത്രി പറയുന്നത്. ഇല്ല ആണോ? അയ്യോ അപ്പൊ എന്ത് ചെയ്യും? പൊടി വെച്ച് കൊടുക്കാൻ പറ്റും. പാവപ്പെട്ടവർക്ക് ജീവിക്കണ്ടേ? ആരും ഇല്ലാത്ത അനാഥപ്രേതകൾ എന്ത് ചെയ്യും? ഭയങ്കര ഉപകാരമല്ലേ ഇത്? നമ്മൾ നിവർത്തിയില്ല. എത്ര പേരാണ് ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്? എത്ര പേരാണ് ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്? അത് അവർക്കെല്ലാം അറിയാൻ പറ്റുമോ? സംസ്ഥാനത്തെ ആശുപത്രികളിലെ പൊതിച്ചോറ് വിതരണം ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമാണ്. കാരണം കൊടി വെച്ചുള്ള പൊതിച്ചോറ് വിതരണം അനുവദിക്കില്ലെന്ന ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവനയാണ് പൊതിച്ചോറുകൾ വലിയ ചർച്ചാ വിഷയമാക്കിയത്. എന്തായാലും കൊല്ലം ജില്ലാ ആശുപത്രിയിലാണുള്ളത്. ഇവിടെ ഡിവൈഎഫ്ഐയുടെ പതിവായിട്ടുള്ള പൊതിച്ചോറ് വിതരണം തുടരുകയാണ്. നിരവധി ഊണുകളാണ് പൊതികളിൽ പൊതിഞ്ഞ് ആളുകൾക്ക് വിതരണം ചെയ്യുന്നത്. അവർ എല്ലാ ദിവസവും ഈ പൊതിച്ചോറ് വിതരണം നടത്തുന്നുണ്ട്. ഇന്നെന്തായാലും ഒരു പ്രതിഷേധം കൂടി അവർ നടത്തുന്നുണ്ട്. ഒരു ബാനറൊക്കെ ഉയർത്തി ഹൃദയപൂർവ്വം തുടരുമെന്ന് ആരോഗ്യമന്ത്രിക്ക് കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ടാണ് പൊതിച്ചോറ് വിതരണം നടത്തുന്നത്. നിരവധി ആളുകൾ ഇവിടെ എത്തി പതിവ് പോലെ പൊതിച്ചോറ് വാങ്ങുന്നുണ്ട്. നമുക്കിത് ഒരു വൈകാരികമായ കാര്യം കൂടിയാണ്. പട്ടിണി കിടക്കുന്ന ആൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു ഇതും കൂടിയാണ്. അപ്പോൾ ഒരു മന്ത്രി ഇങ്ങനെ കൊടിവെച്ചുള്ള പൊതിച്ചോറ് വിതരണം വേണ്ട എന്ന് പറയുമ്പോൾ നമുക്കത് കൂടുതൽ കരുത്തല്ലേ പകരുന്നത്? അതെ അതെ, കൂടുതൽ കരുത്താണ് പകരുന്നത്. കാര്യം ഇത്തരത്തിലൊരു സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി പറയാൻ വേണ്ടി പാടില്ല. ഒരു കാരണവശാലും അങ്ങനെ ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ വേണ്ടി പാടില്ലായിരുന്നു. അദ്ദേഹം ഈ പ്രതികരണം നടത്തുമ്പോൾ സ്വാഭാവികമായി ഞങ്ങൾ കൂടുതൽ കരുത്തോടുകൂടി ഇത്തരം ഭക്ഷണപ്പൊതി വിതരണം സംഘടിപ്പിക്കാനുള്ള ഇടപെടലാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ഈ ഭക്ഷണപ്പൊതി മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഞങ്ങൾ ഈ പ്രവർത്തനം തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകുന്ന സ്ഥിതിയായിരിക്കും ഉണ്ടാവുന്നത്. ഏകദേശം എത്ര ഊണ് നമ്മൾ ഒരു ദിവസം ഇവിടെ വിതരണം ചെയ്യും? ഒരു ദിവസം ജില്ലാ ആശുപത്രി ഞങ്ങൾക്ക് 1000 പൊതിച്ചോറാണ് വിതരണം ചെയ്യേണ്ടതായി വരുന്നത്. ജില്ലാ ആശുപത്രിയിൽ മാത്രമല്ല, ജില്ലയിൽ മറ്റ് 3 ആശുപത്രികളിൽ കൂടി ഞങ്ങൾ ഭക്ഷണപ്പൊതി വിതരണം നടത്തുന്നുണ്ട്. അത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും പുനലൂർ താലൂക്ക് ആശുപത്രിയിലും കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ കൂടി ഞങ്ങൾ ഭക്ഷണപ്പൊതി വിതരണം നടത്തുന്നുണ്ട്. ഏതാണ്ട് 2500ഓളം പൊതി ജില്ലയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വിവിധ അമ്മമാർ പകുത്തു നൽകുന്ന ഈ സ്നേഹം ശേഖരിച്ച് ഞങ്ങൾ ആശുപത്രിയിൽ എത്തിക്കുന്ന പ്രവർത്തനമാണ് നിലവിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കേവലം ഒരു ഊണ് മാത്രമല്ല, അതിനപ്പുറത്തേക്കൊരു സ്നേഹപ്പൊതി വിതരണം കൂടിയാണ് ഡിവൈഎഫ്ഐ ഈ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് നടത്തുന്നത്. കൊല്ലത്ത് എന്തായാലും ആശുപത്രിക്ക് പുറത്താണ് ഈ പൊതിച്ചോറ് വിതരണം എന്ന പ്രത്യേകത. അമ്മേ നമുക്ക് ഈ ചോറ് കിട്ടുന്ന ഉപകാരമല്ലേ? ഭയങ്കര ഉപകാരം മോനെ. അയ്യോ നിർത്തണം എന്നൊക്കെ ആരോഗ്യമന്ത്രി പറയുന്നത്. ഇല്ല ആണോ? അയ്യോ അപ്പൊ എന്ത് ചെയ്യും? പൊടി വെച്ച് കൊടുക്കാൻ പറ്റും. പാവപ്പെട്ടവർക്ക് ജീവിക്കണ്ടേ? ആരും ഇല്ലാത്ത അനാഥപ്രേതകൾ എന്ത് ചെയ്യും? പറ. ആരുമില്ല. ഭയങ്കര ഉപകാരമല്ലേ ഇത്? നമ്മൾ നിവർത്തിയില്ല. എത്ര പേരാണ് ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്? എത്ര പേരാണ് ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്? അത് അവർക്കെല്ലാം അറിയാൻ പറ്റുമോ? ഇതുകൊണ്ട് എത്ര പേര് കഴിയുന്നു? കൂട്ടിരിപ്പുകാരും മറ്റുള്ള ആൾക്കാർ എത്ര പാവപ്പെട്ടവരുടെ ജീവിക്കുന്നു. ഇതുകൊണ്ട് നല്ലൊരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 10 വർഷം കൊണ്ട്. നിരവധി ആളുകളാണ് ഈ ഭക്ഷണം വാങ്ങാൻ വരുന്നത്. എന്തായാലും കുറേ ആളുകളുണ്ട്. നമുക്കിപ്പോൾ ഊണ് ഉണ്ട്. നമുക്കിത് ഉപകാരമല്ലേ ഇങ്ങനെ കിട്ടുന്നത്? ഉപകാരം മോനെ, വലിയ ഉപകാരമാണ്. എൻ്റെ ആങ്ങളെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഓടി വന്നതാ ചോറ് എടുക്കാൻ. അതിന് കിട്ടുന്നുണ്ട്, ചോറൊക്കെ കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. ആരോഗ്യമന്ത്രിയൊക്കെ ഇത് കൊടുക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ അതിനെപ്പറ്റി നമ്മളൊക്കെ അറിഞ്ഞുകൂടാ. അവർക്കെല്ലാം അറിയാവൂ. കൊടുക്കണ്ടെന്ന് പറഞ്ഞ കാര്യം എന്തുവാന്ന്? ഇതുകൊണ്ട് എത്രയോ ജനങ്ങൾ ജീവിക്കുന്നു. നമുക്ക് വയറരച്ച് കഴിക്കാം അല്ലേ? അതും വീട്ടിലെ ഊണ്. വീട്ടിലെ ഊണ് നല്ല ഊണാണ്. അമ്മ ഈ ആരോഗ്യമന്ത്രി നിർത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കിത് ഉപകാരമല്ലേ ഇവരൊക്കെ കൊടുക്കുന്നത്? ഉപകാരം. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഊണ് കൊടുക്കുന്നത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. എന്തായാലും ആളുകളൊക്കെ ഒരേ സ്വരത്തിൽ പറയുന്നത് ഈ ഊണ് ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ്. എന്തായാലും ഡിവൈഎഫ്ഐ ആദ്യ ബാച്ചിൽ കൊണ്ടുവന്ന ഊണ് കഴിഞ്ഞു. ഇനി ബാക്കി അധികം വൈകാതെ വിതരണം ഉണ്ടാകും. എന്തായാലും കൊല്ലം ജില്ലാ ആശുപത്രിയിൽ കൂടുതൽ കരുത്തോടുകൂടി ഈ പൊതിച്ചോറ് വിതരണം തുടരുമെന്നാണ് ഡിവൈഎഫ്ഐ പറയുന്നത്. എന്തായാലും ആരോഗ്യമന്ത്രി നിലപാട് മാറ്റുമോ അതോ സംഘടനകൾ ഈ പ്രതിഷേധ ഊണ് എന്ന രീതിയിൽ കൂടുതൽ ഊണ് വിതരണം നടത്തുമോ? അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയാം. എന്തായാലും പട്ടിണി കിടക്കുന്നവന് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. അക്കാര്യത്തിൽ ആരെതിർത്താലും അതിനെ അനുകൂലിക്കാൻ നമുക്ക് പറ്റുമോ എന്ന് നമ്മൾ തന്നെ ചിന്തിക്കണം. കൊല്ലത്തുനിന്ന് വീഡിയോ ജേർണലിസ്റ്റ് അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ എ വി ജയശങ്കർ.